ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുന്നതിൽ MR അജിത് കുമാറിന് വീഴ്ച സംഭവിച്ചുവെന്നാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ കണ്ടെത്തൽ. അന്വേഷണ റിപ്പോർട്ട് വൈകാതെ സർക്കാരിന് കൈമാറും. ചുമതല വഹിക്കാൻ MR അജിത് കുമാർ അർഹനല്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവർത്തിച്ചു. 24 എക്സ്ക്ലൂസീവ്. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, തൃശൂർ പൂരം നടത്തിപ്പിലെ വീഴ്ച, അനധികൃത സ്വത്ത് സമ്പാദനം എന്നിവയിലൊക്കെ ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുകയാണ്. ഇതിൽ തൃശൂർ പൂര വിവാദത്തിലാണ് ADGPക്കെതിരായ നടപടിക്ക് വഴിതെളിഞ്ഞത്. MR അജിത് കുമാർ പൂരസ്ഥലത്തുണ്ടായിട്ടും പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെട്ടില്ലെന്നാണ് DGPയുടെ കണ്ടെത്തൽ. കീഴുദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശവും നൽകിയില്ല. പൂരം അലങ്കോലമായതിന് പിന്നാലെ MR അജിത് കുമാർ തൃശൂരിൽ നിന്ന് മാറിയതും ഔദ്യോഗിക ഫോൺ ഓഫാക്കിയതും സംശയങ്ങൾക്ക് ഇട നൽകുന്നുവെന്ന് DGP നിരീക്ഷിക്കുന്നു. ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ MLA ഉന്നയിച്ച സാമ്പത്തിക ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. അന്വേഷണ റിപ്പോർട്ട് DGP ഉടൻ തന്നെ സർക്കാരിന് നൽകും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമെന്നാണ് വിവരം. അതേസമയം RSS നേതാക്കളുമായി പലവട്ടം കൂടിക്കാഴ്ച നടത്തിയ MR അജിത് കുമാർ ADGP ചുമതല വഹിക്കാൻ അർഹനല്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്നും ആവർത്തിച്ചു. RSSുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ചയുടെ വെളിച്ചത്തിൽ ആ കൂടിക്കാഴ്ചയ്ക്ക് ഒരു വട്ടമല്ല 2 വട്ടം പോയ ADGP ആ രംഗത്തിരിക്കാൻ, ആ കസേരമേലിരിക്കാൻ, ആ ചുമതല വഹിക്കാൻ യോഗ്യനല്ല. അതുകൊണ്ട് ആ ചുമതലയിൽ നിന്നും ADGPയെ ഒഴിവാക്കണം എന്നാണ് CPI ഡിമാൻഡ്. ഇതിനിടയിൽ പോലീസ് ആസ്ഥാനത്ത് നിർണായകമായ യോഗം ചേർന്നു. ADGP MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് കൈമാറുന്നതിന് മുന്നോടിയായാണ് യോഗമെന്നാണ് വിവരം. നടപടിക്കപ്പുറം ADGP MR അജിത് കുമാറിനെതിരെ തുടരന്വേഷണത്തിന്റെ സാധ്യതകൾ കൂടി തുറന്നിടുന്നതാകും DGPയുടെ റിപ്പോർട്ടെന്നാണ് സൂചന. കൊല്ലത്തുനിന്ന് RN രാജ്, 24.